അഗതികളും ആലംബഹീനരുമായ ആളുകൾക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ സൗജന്യമായി അന്നം വിളമ്പുന്ന ഒരമ്മയുണ്ട് കൊല്ലത്ത്. പാൽക്കുളങ്ങര സ്വദേശി ജലജ. തൊഴിലുറപ്പിലൂടെ കിട്ടുന്ന ചെറിയ വരുമാനവും സുമനസ്സുകളുടെ സഹായവും കൊണ്ടാണ് കൊല്ലം കല്ലുതാഴത്ത് എല്ലാ ദിവസവും ജലജയമ്മ അന്നം നൽകുന്നത്. വയറ് കായുന്നവരുടെ വിശപ്പകറ്റുന്ന ജലജയമ്മയ്ക്ക് അരികിലെത്തിയാൽ ആരുടെയും മനസ്സ് നിറയും. അന്നദാനത്തോളം മഹത്തരമായ ഒന്നില്ല. ഇല്ലായ്മകളുടെ വല്ലായ്മയിലും ഉള്ളതിൽ ഒരു പങ്ക് പാവങ്ങൾക്കായി വെച്ചു നൽകുന്ന ഒരമ്മയുണ്ട് കൊല്ലത്ത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ താരമായ ജലജ അമ്മയുടെ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാണ് ഞങ്ങൾ. അമ്മേ നമസ്കാരം. അമ്മ പാചകത്തിലായിരിക്കും. എന്താ അമ്മ ഇങ്ങനൊരു കാര്യം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം നമ്മുടെ അനുഭവമാണ് മോനെ നമ്മളെ പഠിപ്പിച്ചത്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കൂടെ ജീവിച്ചു വന്നതാണ്, ബാല്യവും യൗവനവും എല്ലാം. അപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ കരുതിയതാണ് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കഴിക്കുമെങ്കിൽ 2 നേരം കഴിക്കുമെങ്കിൽ 1 നേരമെങ്കിലും പുറത്ത് കൊടുക്കണമെന്ന്. ആഗ്രഹം സാധിച്ചു. വിശപ്പിൻ്റെ ഒരുപാട് വില അറിയാവുന്നതുകൊണ്ട് ഇതിൽ വളരെ സന്തോഷം. ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. സഹായങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്, പലരും വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട്. മക്കളും മരുമക്കളും എല്ലാം നല്ല പിന്തുണയാണ് ഇവിടെ വയ്ക്കാനുള്ള. ഇപ്പം ഒരുപാട് പേര് അരിയും സാധനമൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അത് മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട. എല്ലാവരും അറിഞ്ഞല്ലോ, അമ്മയെന്ന് വിളിച്ചല്ലോ, അത് മതി. ആ സ്നേഹം മാത്രം മതി മോനെ. തയ്ക്കുമായിരുന്നു, ഒരുപാട് പണികളൊക്കെ ചെയ്ത് പാറപ്പണി വരെ മൈക്കാടി ജോലി വരെ ചെയ്ത് മക്കളെ വളർത്തിയ ഭർത്താവ് ഉള്ള സമയത്തും. അപ്പോൾ ഇപ്പം മക്കൾക്ക് എല്ലാം ഒരു ഗതിയായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഇതൊരു സന്തോഷമാണ്, ഇത് കൊടുക്കണം. ആരും എതിർത്തില്ല. വ്യാഴവും ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ആദ്യം വരുന്നതെല്ലാം വികലാംഗർക്കാണ് നമ്മൾ മുമ്പേ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ വയസ്സ് എന്നവർ, പിന്നെ പ്രായമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കും. വിശക്ക് നമ്മ ഇച്ചിരി ചോറ് താന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയത്തില്ല. അതിൽ ആളെന്നെ ഒന്നും നോക്കത്തൊന്നുമില്ല, തീരുന്നവരെ കൊടുക്കും. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഓട്ടോ ഫ്രീ ആയിട്ടാണ് മോനെ കൊണ്ടുപോകുന്നത്. ചോറ് കൊണ്ടുപോകാൻ ഫ്രീ ആണ്. പിന്നെ മലക്കറി സാധനം എല്ലാം ആ ഓട്ടോയുടെ ആളാണ് വാങ്ങിച്ചു തരുന്നത്. നമ്മൾ പൈസയും കൊടുത്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ പാചകത്തിൻ്റെ കാര്യം പറയുന്ന കേട്ടോണ്ട് അദ്ദേഹം തന്നതാണ് ആ വർക്ക് ഏരിയ. നല്ല അഭിപ്രായം. എല്ലാവർക്കും 10-30 പേർക്ക് ഇങ്ങനെ ആഹാരം വയ്യാത്തവർക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അതിൽ വലിയത് ഒന്നുമുണ്ട്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും അവർക്കുണ്ടാവും. വയ്യാത്തൊരമ്മ അവിടെ കിടപ്പുണ്ട്, അമ്മയ്ക്കും വേണം ചോറ്. അനുഗ്രഹം ഉണ്ടാവട്ടെ അവർക്ക്. പൈസ ഒന്നവർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, അതെപ്പോഴും ഉണ്ടാവട്ടെ അവർക്ക്. ഇന്ന് ചോറ്, പിന്നെ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ആയിട്ടേ കിഴങ്ങും ഉള്ളി എല്ലാം കൂടിയിട്ട് ഒരു പച്ചക്കറി, തീയലിന് പോലെ പച്ചക്കറി, ഒഴിച്ച് കറി. പിന്നെ നമ്മൾ വീട്ടിലുള്ള ഒരു പിണ്ടി, അടുത്ത വീട്ടിൽ നിന്ന് ഒരു പിണ്ടി തന്ന്, അതും പയറും കൂടി ഇട്ട് പിണ്ടി തോരൻ. പിന്നെ നമ്മുടെ ഇലിമ്പിക്ക അച്ചാർ. പിന്നെ ഒരാൾ ഡബിളോളിക്ക കൊണ്ട് തന്നതുകൊണ്ട് ഇന്ന് ഡബിളോളിക്ക ഉണ്ട്. മാങ്ങ ഒരു വീട്ടിൽ നിന്ന് തന്നതാണ്, അതുകൊണ്ട് മാങ്ങയുണ്ട്. 3 അച്ചാറുണ്ട് ഇന്ന്. എല്ലാ ദിവസവും 2 വരുന്നത്, ഇന്ന് 3 അച്ചാറുണ്ട്. കുടിക്കുന്ന വെള്ളമുണ്ട്, കൈ കഴുകാൻ വെള്ളമുണ്ട്. വേസ്റ്റ് നമ്മളൊരു കവറി വാങ്ങിച്ച് കൊണ്ടുപോവുകയാണ്. ഒരിടം ഒന്നും കൊടുക്കാനൊരു സൗകര്യമില്ല. ഇനി അത് എങ്ങനെയെങ്കിലും റെഡിയാക്കണം. എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഒരു 12 മണിയാകുമ്പം തുടങ്ങും. 2-2:30 മണി വരെ വരുന്ന ആൾക്കാർക്കെല്ലാം 30 അല്ല 10-50 പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. നല്ലൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. നല്ലൊരു മുതൽക്കൂട്ടാണ്. എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു മാതൃക. ഇത് ബാക്കിയുള്ള ആൾക്കാരോട് ചെയ്യണം. കാര്യം നമ്മൾ താഴെ തന്നെ ഇപ്പം ഞാൻ 2 ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന കക്ഷിയാണ്. ഇപ്പോൾ താഴെ എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇപ്പോൾ ഉള്ളോട്ടായതുകൊണ്ടാണ് ആൾ കുറവ്. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ താഴെ അമ്പലത്തിൻ്റെ മുമ്പിലാണെങ്കിൽ കണ്ടമാനം ജനമാണ്. ഇത് ഇല്ലായ്മക്കാരാണ് വരുന്നത്. സുഖമില്ലാത്ത ആൾക്കാർ, ഇഴഞ്ഞു പോകുന്ന ആൾക്കാർ റോഡ് അപ്പുറത്തേക്കും നമ്മളെ റോഡിന് അപ്പുറത്തും കൊണ്ടാക്കി ആഹാരങ്ങൾ ഒഴിച്ച് കഴിച്ചുകൊണ്ട് പോകും. നല്ലൊരു മുതൽക്കൂട്ടാണ്, നല്ലൊരു സേവനമാണ്. എല്ലാ വെള്ളവും കൊണ്ട് അവിടെ നിൽക്കുന്നു, വരുന്നില്ലേ? എലിയുണ്ട്, അവിടെ 2 അണ്ണാനുണ്ട്. നമ്മൾ ആദ്യം ചോറ് കൊടുത്തുകൊണ്ടിരുന്നിടത്ത് അവർക്കാണ് കൊണ്ടുപോയത് കൊടുക്കാൻ. അവരെന്നും അവിടെ വന്ന് ഇരിക്കും. നിങ്ങളും കൂടെ കഴിക്കും മക്കളെ. ശരി, ഞങ്ങളും അമ്മയുടെ കൂടെ ഒന്ന് കഴിക്കുക. കുറച്ചിട്ടാ മതി. ജലജാമ്മയ്ക്കരികിലേക്ക് എത്തിയാൽ അമ്മ ഇങ്ങനെ സ്നേഹം വിളമ്പി മതിയാകും വരെ നമ്മളെ ഊട്ടും. ജലജാമ്മയ്ക്കും പ്രതിവാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ,
അമൃത ന്യൂസ് കൊല്ലം.